നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ് ബീഫ്. നമ്മൾ ഇന്നൊരു ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ചോറിൻ്റെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും കപ്പയുടെയൊക്കെ കൂടെ കഴിക്കാവുന്ന നല്ല അടിപൊളി ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് 3 കിലോ ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വിറകടുപ്പിൽ വെക്കുന്ന ഏതൊരു കറിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിന്ന് ബീഫൊക്കെ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെച്ചതിന് ശേഷം വിറകടുപ്പിലാണ് നമ്മളിന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ അകത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത് പൊടിച്ച കുരുമുളക് ഇട്ട് കൊടുക്കാം. അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മൾ കുരുമുളക് പൊടിക്കുമ്പോൾ വറുത്ത് പൊടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് തരിയായിട്ട് വേണം പൊടിക്കാനായിട്ട്. ഇനി പോരാത്ത കുരുമുളക് നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. വറുത്ത് പൊടിച്ച പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി കേട്ടോ, അത്ര തന്നെ ഒന്നും കേട്ടോ, മതി. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇട്ടോ, ഞാൻ പറയാം. മതി. ഒരു 6 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്കിതിനകത്തേക്ക് ഒരു 4 സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു തേങ്ങയുടെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഒരു 10 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 3 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 6-7 തണ്ട് കറിവേപ്പില, ആ മുഴുവനെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. മതി. ഇനി അതെല്ലാം കൂടെ കൈക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച ബീഫ് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ചിടാം, ബാക്കി പിന്നീട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇടുന്നുള്ളൂ. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമുക്കൊരു 1 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാവുന്നതാണ്. നമ്മുടെ മുളക് പൊടിയും കറിവേപ്പിലയും ആ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു വാസനയാണ്. മൂടി വെച്ച് ഒരു 10 to 15 മിനിറ്റ് കുക്ക് ചെയ്തപ്പോൾ ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒഴിച്ചോ.
ഇനി നമുക്ക് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ബീഫ് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ മൂടി വെച്ചു. നമുക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഒരു തുള്ളി, അത്രയും വേണ്ട. ഓക്കെ, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ചൂട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. താത്തി ഒഴി. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു 2 to 3 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. കപ്പയുടെ കൂടെയും പൊട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാവുന്ന നല്ല അടിപൊളി ഒരു ബീഫിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.